ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അതെ, മത്തങ്ങ കൊണ്ടൊരു എരിശ്ശേരി. ഓക്കെ, സിമ്പിളായിട്ട് മത്തങ്ങ തന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു എരിശ്ശേരി. നമ്മൾ ഓണത്തിന് കറികളൊക്കെ വെക്കും അല്ലേ, അതുകൊണ്ട് ഇത് മത്തങ്ങ എരിശ്ശേരി സിമ്പിളായിട്ട് മത്തങ്ങ തന്നെ, പയറൊന്നും ഇടാതെ വെക്കുന്നത് കേട്ടോ. ചിലർ പയറൊക്കെ ഇട്ട് വെക്കും, പക്ഷേ ഇപ്പം ഞാൻ ഓണത്തിന് ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് മത്തങ്ങ തന്നെ ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. ഓണത്തിന് നമ്മൾ ഒത്തിരി കറികൾ വെക്കുന്നതാണ്, അപ്പം അതിൻ്റെ കൂടെ ഇത് സിമ്പിളായിട്ട് മത്തങ്ങ തന്നെ. ഇപ്പം കാളിനകത്താണെങ്കിലും കായൊക്കെ ഇടും, പിന്നെ ഓലനകത്ത് പയറിടും. അപ്പം ഇത് ഞാനിപ്പം സിമ്പിളായിട്ട് ജസ്റ്റ് മത്തങ്ങ തന്നെ ഇട്ട് എരിശ്ശേരി. ഓക്കെ, അപ്പം അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ആദ്യം കുറച്ചെടുത്തിട്ട് തൊലി കളയണം. ഓക്കെ, കട്ട് ചെയ്തെടുത്തോണ്ട് വരാം. ശരിക്കും പറഞ്ഞാൽ തൊലിയില്ലേ, തൊലി നമ്മൾ തോരനൊക്കെ വെക്കും, വേറെ പയറൊക്കെ ഇട്ട് തോരനൊക്കെ വെക്കും കേട്ടോ. തൊലിയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചിങ്ങനെ കട്ട് ചെയ്തിന് തൊലി കളയാൻ പോവാം. ഇതേപ്പം കുറച്ച് ഞാനതിനകത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ തൊലി കളഞ്ഞ് വെച്ചു കേട്ടോ. ഇപ്പം നമുക്ക് പയ്യെ അരിയാം. ഇത്തിരി വെന്ത് പോണ്ട, നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത് കഴിക്കുമ്പോൾ. ഓക്കെ, ഇനി ചെറിയ കഷ്ണങ്ങളാക്കാം, ഒത്തിരി ചെറുതാക്കണ്ട കേട്ടോ. ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഒത്തിരി ചെറുതാക്കണ്ട, പക്ഷെ ഈ സൈസിൽ കട്ട് ചെയ്യാൻ നോക്കുക. എല്ലാം ഒരേപോലെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കി വരുമ്പം കറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഓക്കെ, ഇത് കട്ട് ചെയ്ത് വന്നപ്പം 350 ഗ്രാം ഉണ്ട്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഓക്കെ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, തേങ്ങ 1/2 കപ്പിൽ താഴെ മതി കേട്ടോ. 3 ചെറിയ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ഓക്കെ, ജീരകം, പിന്നെ 3 പച്ചമുളക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മത്തങ്ങ എരിശ്ശേരി ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പാണ് വെക്കുന്നത്. ഓക്കെ, ചിലർ വെളുത്തുള്ളി യൂസ് ചെയ്യത്തില്ല, വെളുത്തുള്ളി ഉള്ളി ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ അമ്മയൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അമ്മ വെക്കുന്ന റെസിപ്പിയാണ് ഞാൻ വെക്കുന്നത്. അത് അമ്മയൊക്കെ വെളുത്തുള്ളിയും കുറച്ച് ജീരകം ചേർത്തിട്ടാണ് എരിശ്ശേരി വെക്കാറ്. ചില സ്ഥലത്തൊക്കെ വെളുത്തുള്ളി യൂസ് ചെയ്യാതെ വെക്കും. ഓക്കെ, ഇതൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്ത് വെക്കണം. ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേന് ഇതൊന്ന് അരച്ച് വെക്കുക. ഒരു ഹാഫേ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പിടുക. അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊന്ന് വറുത്ത് വെക്കണം. എന്നിട്ട് ആ തേങ്ങയും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് കടുക് വറുത്തിടണം. ഓക്കെ, കടുക് മുളകൊക്കെ വറുത്ത് അതിനകത്തിടുക. പിന്നെ കറി ലീഫ് നമുക്ക് കടുക് വറുക്കുന്നതിനകത്തും കുറച്ചിടണം. ഓക്കെ, കടുക് വറുക്കുന്നതിനകത്തും പിന്നെ ഇത് അരിക്കുന്നതും. ഓക്കെ, കടുക് വറുക്കുന്നതിനും അരിക്കുന്നതിനും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കറിവേപ്പിലൊക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കാം. നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉപ്പും വെളിച്ചെണ്ണ കടുക് വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കലം വെച്ചിട്ട് നമുക്ക് ഈ കഞ്ഞി വെച്ച് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ച പൊടികളില്ലേ അതോടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്യുക. തേങ്ങ ഇതേപോലെ അരച്ച് വെച്ചു. എടുത്ത് നോക്കണ്ട, ഇതിപ്പം പകുതി വേവായിട്ടുണ്ട്. ഉടയുന്ന ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ അരപ്പും മത്തങ്ങയും കൂടെ മത്തങ്ങയുടെ കഷ്ണം കൂടെ എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ. ഓക്കെ, മത്തങ്ങ കുക്ക് ചെയ്യാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നിപ്പോൾ അരപ്പിട്ടു. പിന്നെ
അരപ്പിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് അത്രയും മതി കേട്ടോ. ഒത്തിരി വെള്ളം നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുമ്പോഴും ഇലയിൽ കിടന്ന് ഓടല്ല കേട്ടോ, ഓടാത്ത രീതിയിൽ ഉണ്ടാക്കണം. സൈഡിലിങ്ങനെ വിളമ്പാനല്ലേ, അപ്പം അതേപോലെ എന്താണ്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഇനിയിപ്പോൾ ഈ അരപ്പും ഇതോടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കത് ഒരു പാൻ ചൂടാക്കി ഒരു എന്താ പറയുക ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, പിന്നെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ബ്രൗൺ കളറിലൊന്ന് വരണം. ഇതേ അരിപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റില്ലേ അതൊന്ന് മാറുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതോടെ ഉടഞ്ഞു കഷ്ണം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് കുറവാന്ന് തോന്നുന്നു. ഓക്കെ, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്ക്, ഉടഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതന്നെ ഉള്ളൂ, ഉടയുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തു ഞാൻ. ഓക്കെ, നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ വറുക്കുമ്പം അതിൻ്റെ മണം വരുന്നില്ല. എന്താ ഒത്തിരി വെള്ളവുമല്ല ഒത്തിരി തിക്കായിട്ടും അല്ല ഇരിക്കുന്നത് അല്ലേ. പിന്നെ നെക്സ്റ്റ് നമുക്കിത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അതോടനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പച്ചക്കറിയും കൂടി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി. ഇനിയിപ്പം എണ്ണ നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉപ്പൊക്കെ ചേർക്കണം, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കണ്ട. അടിപൊളി എരിശ്ശേരി. ഇനി നെക്സ്റ്റ് ഞാൻ കടുക് വറുത്തിടാൻ പോകാം കേട്ടോ. ഒരു കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങയും കൂടി ഇട്ട് വറുത്തെടുക്കും. ഞാൻ അങ്ങനെ വറുക്കാഞ്ഞത് അപ്പോഴത്തേന് കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഓക്കെ, ഒത്തിരി കടുക് അവിടെ കിടന്ന് വറുത്തിട്ട് വരുമ്പോഴത്തേന് കടുകിൻ്റെ ടേസ്റ്റും, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വറുത്തിടാമെന്ന് വിചാരിക്കും. ഓക്കെ, കടുക് വറുക്കാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ടീസ്പൂൺ കടുകും കുറച്ച് മുളകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇടാൻ കടുകൊക്കെ പൊട്ടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് നന്നായിട്ടൊന്ന് അതിനകത്ത് വറുത്തിട്ടൊക്കെ വറുത്ത് മരിഞ്ഞ് വരുമ്പം ലാസ്റ്റ് ആ കടുക് വറുത്തതും കൂടെ ഇതിനകത്ത് നല്ല അടിപൊളി എരിശ്ശേരി റെഡി ആയില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള എരിശ്ശേരി നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാം. റിയലി ടേസ്റ്റ്, നല്ല ആവശ്യത്തിന് എരിവും എല്ലാം, ജീരകം തേങ്ങയൊക്കെ ആവശ്യത്തിന് ഉള്ള ഒരു നല്ല അടിപൊളി കറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പം അമ്മയെ വിളിച്ച് അമ്മ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ പറഞ്ഞു തന്നത് എനിക്ക് കേട്ടോ. എരിവും ഞാൻ 4 പച്ചമുളകൊക്കെ എടുത്ത് വെച്ച് അമ്മ പറഞ്ഞു 3 മതി. പിന്നെ ക്യുമിൻ സീഡ് അതിലെല്ലാം കറക്റ്റ് പറഞ്ഞു തന്നു. എല്ലാം ഓൾമോസ്റ്റ് എടുത്ത് വെച്ച്, എന്നാലും അമ്മ ഒന്നുകൂടെ പറഞ്ഞു തന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ വെച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരി. അപ്പം എല്ലാവരും ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എരിശ്ശേരി കഴിക്കാത്തവർ പോലും
കഴിക്കും. ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കിയ. ഓക്കെ, എരിശ്ശേരി ഒന്ന് ടേസ്റ്റ് ടെസ്റ്റിംഗ് ടൈമിന് ഇലയിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ വിളമ്പണം. നമ്മൾ സദ്യക്ക് വിളമ്പുമ്പോൾ ഒത്തിരി ഒഴുകാതെ ഇങ്ങനെ ഇലയിലിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഈ എരിശ്ശേരി കഴിക്കാത്തവർ പോലും എരിശ്ശേരി കഴിക്കും. വെച്ച് നോക്കുക നിങ്ങളൊക്കെ. ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ മെഷർമെൻറ്റ് ഡബിളാക്കി ഉണ്ടാക്കുക. ഓക്കെ, ഒത്തിരി ഉടയാതെ ഇങ്ങനെ ഞാൻ ചോപ്പ് ചെയ്തില്ലേ, ഞാൻ കഷ്ണമാക്കിയില്ലേ, മത്തങ്ങ കഷ്ണമാക്കിയ സൈസ് ഞാൻ കാണാം. അതേപോലെ അരിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പക്ഷേ കഴിക്കാൻ നല്ല ഒത്തിരി അങ്ങ് എന്താ പറയുക, നല്ല മാഷ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതാണിത്. വേണമെങ്കിൽ നമുക്ക് മാഷ് ചെയ്യാമല്ലോ അല്ലേ. എന്താ നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഒരു സദ്യക്ക് നമുക്ക് പപ്പടവും ഒക്കെ കൂട്ടി, പപ്പടമൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഇതിന്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.